മലയാളത്തിൽ രോമാഞ്ചം പോലെ ഒരു ഹൊറർ കോമഡി സിനിമ സക്സസ് ആയതിനു ശേഷം സിമിലർ പാറ്റേൺ ഫോളോ ചെയ്ത് ഈ അടുത്ത് റിലീസായിട്ടുള്ള സിനിമയാണ് പ്രകമ്പനം. വിജീഷ് പാനത്തൂർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയിൽ സാഗർ സൂര്യ, ഗണപതി, അമീൻ, ശീതൾ ജോസഫ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ളത്. സോ കോളേജ്, ഹോസ്റ്റൽ ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്, സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഒക്കെയുള്ള ഒരു ഫൺ എന്റർടൈനർ മൂവിയാണിത്. സോ ഈ ഒരു സിനിമയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ണൂരിലെ ഒരു തറവാട്ടിലെ ഒരു മുത്തശ്ശീനെയാണ്. സോ ഈ ഒരു മുത്തശ്ശി മരണപ്പെടുന്നു. ശേഷം സ്റ്റോറി കൊച്ചിയിലേക്ക് മാറുകയാണ്. കൊച്ചിയിൽ ഒരു ഹോസ്റ്റലിൽ 3 പയ്യന്മാര്, സിദ്ധു, പുണ്യാളൻ, ശങ്കരൻ. സോ ഇവരെ 3 പേരെയും കാണിക്കുന്നു. സോ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു മരിച്ചുപോയ മുത്തശ്ശിയുടെ ചിതാഭസ്മം ഈ ഒരു ഹോസ്റ്റലിൽ വരുന്നു. ശേഷം അവിടെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ കാര്യം നടക്കുന്നു. അതിനുശേഷമുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങളും കെയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പക്ക എന്റർടൈനർ മൂവിയാണ് പ്രകമ്പനം. സോ ഈ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ സാഗർ സൂര്യ തന്നെയാണ്. കിടിലൻ പെർഫോമൻസ്, അതായത് പുള്ളി ഈ സിനിമ തൂക്കിയെന്ന് തന്നെ പറയാം. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ട്രാൻസ്ഫോർമേഷൻ സീൻസ് ആണെങ്കിലും കോമഡി സീൻസ് ആയിരുന്നെങ്കിലും എല്ലാം നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗണപതിയും അമീനും. അവരുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ടൈമിംഗ് ഉള്ള കോമഡി രംഗങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയും പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള രീതിയിൽ നല്ല രീതിയിൽ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും ഡീസൻ്റ് ആയിരുന്നു. ക്യാമറ വർക്ക് ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, എല്ലാം എന്താണോ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് അത് ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹൊറർ കോമഡി ജോണർ തന്നെയാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു സിനിമയുടെ പേസിങ്ങിനും നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ കാണാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയുടെ അവസാനത്തോടെ എത്തുമ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിലുള്ള VFX പരിപാടിയൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. സോ സിനിമയുടെ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ചെറിയ ക്യാൻവാസിൽ എടുത്തിട്ടുള്ള ഒരു പടമാണ്. സോ നല്ലൊരു ഡീസന്റ് വർക്കായിരുന്നു ആ VFX വർക്കൊക്കെ. സോ സിനിമ ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയ കഥയൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കൊരു പക്ക ഫൺ എന്റർടൈനർ വാച്ചായിട്ട് കാണാൻ പറ്റിയ ഒരു ഡീസന്റ് സിനിമയാണ്. സോ ഈ ഒരു സിനിമ C5 സ്ട്രീം ചെയ്യുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ എനിക്ക് സിനിമയിൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, എനിക്ക് സിനിമയുടെ ഇനീഷ്യൽ സ്റ്റേജ് തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഒട്ടും എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. അതുപോലെ ചില കോമഡി രംഗങ്ങളും അങ്ങനെ വർക്കായില്ല. സോ അത് രണ്ടും ഒഴിച്ചു നിർത്തിയ പക്ക ഫൺ എന്റർടൈനർ മൂവിയാണിത്. സോ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ രോമാഞ്ചം അല്ലെങ്കിൽ അടികപ്പിയാരെ കൂട്ടമണി അത്തരത്തിലുള്ള ഹൊറർ കോമഡി സിനിമകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സിനിമ മിസ് ചെയ്യരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.